യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ പെട്ടെന്ന് തീരുമാനിച്ചതാണ് ഒരു ടൂർ പോകാൻ. അങ്ങനെ ഞങ്ങൾ മൈസൂർ പോവാണ്. അമ്മേനും പപ്പേനും കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ട്. വഴിയൊക്കെ നമുക്ക് കാണാം. ഇന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ്. ഇതാ എല്ലാവരും ബാഗൊക്കെ എടുത്ത് ഇറങ്ങി. നമ്മളെ വണ്ടി വീട്ടിച്ചോടാണ് വരിക. അപ്പം നമ്മളിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചുണ്ട് നടക്കാൻ. ഇങ്ങനെ നടന്നു പോവുക. അങ്ങനെ കർണാടകയിലേക്ക് കടന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ വണ്ടി ഞങ്ങളവിടെ പോയി നിന്ന് കുറച്ച് നേരം കഴിഞ്ഞേക്കളും വണ്ടി വന്നു. പിന്നെ ഞങ്ങളെ വണ്ടി വന്നൊന്നും വീഡിയോ എടുക്കാൻ സമയം കിട്ടിയില്ല കേട്ടോ. അതുകൊണ്ട് എടുക്കാതിരുന്ന്. ഇങ്ങനെ കർണാടകയിലേക്ക് കടന്നിട്ടുണ്ട്. കുറേ മൃഗങ്ങളെയൊക്കെ നോക്കി ഒന്നിനെയും കണ്ടില്ല. അവസാനം ഇതാ ഒരു മയിലിനെ കണ്ടു കേട്ടോ. അങ്ങനെ ഒന്നും കാട്ടിൽ കാണുന്നില്ല. ഞാൻ മൈസൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി മൈസൂരെത്തി നമ്മൾ മൈസൂർ പാലസ് കണ്ടതിന് ശേഷം ഞങ്ങളവിടെ ഹോട്ടലിൽ റൂം എടുത്തിട്ടുണ്ട്. അവിടെ പോയി ഫ്രഷൊക്കെ ആയി കുറച്ച് നേരം സ്വിമ്മിംഗ് പൂളിലൊക്കെ കളിച്ച് ഞങ്ങൾ രാത്രിയാവുമ്പോൾ ഏകദേശം ഒരു ഡിന്നറിൻ്റെ സമയമാവുന്ന സമയത്ത് ഒരു ഹോട്ടലിൽ പോവും. ഹോട്ടലിനൊരു പ്രത്യേകതയുണ്ട്. അതവിടെ എത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതാ ഒരു ഹെലികോപ്റ്റർ പോകുന്നുണ്ട്. നല്ല താഴ്ന്നിട്ടാണ് കേട്ടോ പോണത്. വീഡിയോയിൽ കാണുമ്പം ഒരുപാട് മുകളിലായിട്ട് തോന്നും, പക്ഷെ താഴെയാണ് പോണത്. അങ്ങനെ പാലസിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. പാലസിലെ എൻട്രൻസിൻ്റെ അകത്ത് കൂടെ ഞങ്ങൾ അകത്തേക്കൊക്കെ കയറി. ഭയങ്കര തിരക്കായിരുന്നു, അതുകൊണ്ട് അതൊന്നും എടുക്കാൻ പറ്റില്ല. ഇനി അകത്തോട്ടൊക്കെ നല്ല തിരക്കാണെങ്കിൽ നമുക്ക് ചെരുപ്പൊക്കെ ഊരി വെക്കണ സ്ഥലത്തോട്ടാണ് കേട്ടോ പോണേ. അവിടെ ചെരുപ്പ് ഊരി വെച്ചിട്ട് വേണം നമുക്ക് അകത്തോട്ട് കയറാൻ. നമ്മൾ ചെരുപ്പൊക്കെ അഴിച്ച് വെച്ച് അകത്തോട്ട് കയറിയിട്ടുണ്ട്. നല്ല തിരക്കുണ്ട് അകത്ത്. ക്യാമറയിൽ വീഡിയോ എടുക്കുമ്പോൾ ആൾക്കാർ തട്ടിപ്പോവുകയാണ്, അത്രയ്ക്ക് തിരക്കാണ് അതിൻ്റെ ഉള്ളിൽ. ശരിക്കും ഒന്നിനെയും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം അത്രയ്ക്ക് തിരക്കായിരുന്നു. എടുത്തതും എങ്ങനെയൊക്കെയോ ആയിപ്പോയി. കുറേ വീഡിയോ എടുത്തിരുന്നു, അതും ശരിക്കും ഇങ്ങനെ ആൾക്കാരെ തിക്കി തിരക്കിയിട്ട് മര്യാദയ്ക്ക് എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. അങ്ങനെ ഞങ്ങൾ കുറച്ച് കണ്ടുള്ളൂ കേട്ടോ, കാരണം ഭയങ്കര തിരക്കായതുകൊണ്ട് ഞങ്ങളത് ഇറങ്ങി റൂമിൽ പോയി. ഇതാണ്ടോ കുറേ തല കുത്തിയൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ പ്യുവറാണ് കേട്ടോ, പ്യുവർ ഗോൾഡിൻ്റെ ആണ്. ഇതാ വലിയൊരു മിറർ ഉണ്ടായിരുന്നു. ഞാനും പപ്പയും കൂടെ അതിൻ്റെ മുമ്പ് പോയിട്ടെടുത്ത വീഡിയോ ആണ് കേട്ടോ അത്. കുറേ മിറർ ഉണ്ട് കേട്ടോ അവിടെ. ഇതുണ്ടോ, അത് ശരിക്കും അവിടുത്തെ രാജാവിൻ്റെ പ്രതിമ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഫോണിൽ കാണുന്ന പോലെയല്ല, ശരിക്കും ഒറിജിനൽ പോലെയാണ്. അവിടുത്തെ ആ ഒരു വർക്കൊക്കെ, വാളിൽ ചെയ്തിരിക്കുന്ന വർക്കൊക്കെ അടിപൊളിയാണ്. അന്നത്തെ കാലത്തും ഇങ്ങനെയൊക്കെ ചെയ്യാന്ന് പറയുമ്പോൾ നമുക്കത്, ഇപ്പോൾ എന്ന് പറയുമ്പോൾ അത്രയും ടെക്നോളജികളൊക്കെ വന്നു. അന്നെന്ന് പറയുമ്പോൾ അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല. അന്നത്തെ കാലത്ത് അവർ ഇതേപോലെയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. ഇനി ഞങ്ങൾ നേരെ ഹോട്ടലിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അവിടെ പോയിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാം. ഞങ്ങളവിടെ എത്തിയിട്ടുണ്ട്. അവിടെ എത്തി ഫ്രഷ് ആയപാടെ എല്ലാവരും വന്ന് ഫുള്ള് ചെയ്ത്. അമ്മയ്ക്ക് ഭയങ്കര കളിയാട്ടോ, ഫുള്ള് ഞാനും ഭയങ്കര കളിയാണ്. എനിക്ക് നീന്താൻ അറിയില്ല, അവന് നീന്താൻ അറിയാം. അപ്പോൾ അതിൻ്റെ കാട്ടായങ്ങളാട്ടോ എനിക്ക് കാട്ടണേ. എനിക്ക് നീന്താൻ അറിഞ്ഞൂടാ. മെല്ലെ നോക്കാ. സ്വിമ്മിംഗ് പൂളിലെ കളി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇനി ഫുഡ് കഴിക്കാൻ പോവാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു പ്രത്യേകതയുണ്ട് ആ ഹോട്ടലിൽ നിന്ന്. അങ്ങോട്ട് പോവാണ്, ഓട്ടോറിക്ഷയിലാണ് പോണേ. വണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ബ്ലോക്കിൻ്റെ ഇടയിൽ കൂടെ കൊണ്ടുപോയി പാർക്ക് ചെയ്യാനും സ്ഥലം ഉണ്ടാവില്ല. അത് കാരണം ഞങ്ങൾ ഓട്ടോയിൽ പോയി. ഞങ്ങൾ 3 പേര് ഒരു ഓട്ടോയിലും അവർ ബാക്കിയുള്ളവർ ഒരു ഓട്ടോയിൽ, അങ്ങനെ 2 ഓട്ടോയിലാണ് ഞങ്ങൾ പോയത്. അവിടെ എത്താനായിട്ടോ.
വണ്ടി എടുത്തില്ല. അതാണ് നല്ലത്. ഇങ്ങനെ പോകുന്ന സമയത്ത് അടുത്തേക്ക് പോകാനാണെങ്കിൽ ഓട്ടോറിക്ഷ വിളിച്ച് പോവുകയാണ് നല്ലത്. അപ്പോൾ മൈസൂർ വന്ന് ഹോട്ടലിലൊക്കെ പോയി സ്വിമ്മിംഗ് പൂളിലൊക്കെ ചാടി ഇപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഹോട്ടലിൽ വന്നിട്ട് ഈ ഹോട്ടലിന് ഒരു പ്രത്യേകത ഉണ്ട്. ഈ ഹോട്ടലിൽ കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പം ഞാൻ അതിൻ്റെ മുകളിലത്തെ നില നിൽക്കുന്നത് ഞാൻ ബാക്കി ഒന്ന് കാണിച്ചതാണ്. ഇവിടെ കാണുന്നതാണ് കേട്ടോ കറങ്ങുന്നത്. കണ്ടോ ഇവരിവിടെ കളിക്കുകയാണ്. ഇവിടെ ഗെയിംസ് ഉണ്ട്, അപ്പം അത് കളിക്കുകയാണ്. ഒരു സൈക്കിൾ കണ്ടോ, ഇങ്ങനെ താഴേക്ക് ഇറങ്ങി പോവാം നമുക്ക്. ഒരു പ്രതിഭ ഉണ്ടോ? ഇതാണ് കേട്ടോ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. കേട്ടോ എത്ര രൂപയാവും എന്നൊക്കെ. അങ്ങനെ ഞങ്ങളൊരു വണ്ടിയിൽ കയറി ഇങ്ങനെ കുതിരവണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെല്ലാവരും ഒരു വണ്ടി തന്നെയാണ് കേട്ടോ കയറിയത്. അപ്പം ഏറ്റവും മുന്നിൽ അവനിരുന്നിട്ട് അവൻ വീഡിയോ എടുത്താണ്. ഞങ്ങളെല്ലാവരും പുറകിലായിരുന്നത്. ഫ്രണ്ടിലിരിക്കുമ്പോൾ കാണാൻ നല്ല രസമാണ്. ബേക്കിലിരിക്കുന്നതിനെക്കാട്ടും വീഡിയോ എടുക്കാൻ വേണ്ടി അവനെ ഫ്രണ്ടിൽ തന്നെ കൊണ്ടിരുത്തി. അങ്ങനെ ഒരു ദിവസം അടിച്ചു പൊളിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.